ഓൾ ഇപ്പം ഇന്ന് ഒരു ചെറിയൊരു ടോപ്പിക് അല്ലെങ്കിൽ എല്ലാവർക്കും സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബോഡി പെയിൻ. എനിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോഡി പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ക്യാച്ച് ചെയ്യുന്നു, ഇവിടെ ക്യാച്ച് ചെയ്യുന്നു, മസിൽസ് കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യുന്നു, അതിനെന്തോ ഒരു സൊല്യൂഷൻ, ഞാൻ എന്തെങ്കിലും മെഡിസിൻ കഴിക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ എത്ര പേര് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ്? തിങ്ക് യുവർ സെൽഫ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ എത്ര പേര് വർക്കൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരാണെന്ന് സ്വന്തമായിട്ടൊന്ന് തിങ്ക് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അത് നിങ്ങൾ ആ ഒരു പ്രോപ്പർ സ്ട്രക്ചറിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിലാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ഒന്ന് സ്വയം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കറക്റ്റ് ആണോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഡയറക്റ്റ് ഞാൻ പോയിന്റിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് പറയാൻ പ്ലാൻ ചെയ്യുന്നത്, ഈ എക്സസൈസ് ചെയ്യുന്നതിനോടുപരി നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം ലൈക്ക് വെയിറ്റ് കുറക്കുക, വെയിറ്റ് കൂട്ടുക എന്നതിൽ ഉപരി നിങ്ങൾക്ക് ഒരു എന്താ പറയുക, മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ആകാണ്. അതാണ് ആദ്യം നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതോടു കൂടി നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കാര്യം. ആൻഡ് വൺ മോർ തിങ്, ഞാൻ പോയിന്റിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ഇപ്പം നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്യുമ്പം ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് നമ്മളെപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട രണ്ട് കാര്യമാണ് മസിൽ സോർനെസ് ആൻഡ് പെയിൻ. നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എനിക്ക് മസിൽ പെയിൻ ആണോ വന്നത് അല്ലെങ്കിൽ പെയിൻ ആണോ വന്നതെന്ന് നമ്മൾ രണ്ടും. മസിൽ സോർനെസ് ഇസ് സംവാട്ട് ദ റിസൾട്ട് ഓഫ് എക്സസൈസ് എന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂ ഫൈബേഴ്സ് ബ്രേക്ക് ചെയ്യുമ്പം ഉണ്ടാകുന്ന ആ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ആ ഒരു മസിൽ പെയിൻ എന്ന് പറയുന്നത്. പെയിന് നമ്മൾ എപ്പോഴും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് പെയിന് കൂടുതലാവുക അല്ലാതെ ഇൻക്രീസ് ചെയ്യുന്ന ഇറ്റ്സ് കംസ് ടു ഇഞ്ചറി, അത് ഇഞ്ചറി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെപ്പോഴും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. യു ഹാവ് ടു ഡു എന്ന് വെച്ചാൽ ഒരു ടൈം നമ്മളെപ്പോഴും ഫിറ്റ്നസ് ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു ടൈം കീപ്പ് ചെയ്യണം. ഓക്കെ, അതിപ്പം ഓരോ ആൾക്കാരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള എക്സസൈസസ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് തിങ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ മുട്ടുവേദന ഉള്ളൊരു വ്യക്തികളാണെങ്കിൽ ആദ്യം അതിനനുസരിച്ചുള്ളൊരു വർക്കൗട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്കാർക്ക് നേരെ പോയി ഉള്ള ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ കോറ് ബിൽഡ് ചെയ്യണം, അതിനനുസരിച്ചുള്ള കെയറിങ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. അതിന് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ നിങ്ങളൊരു ഇഞ്ചുറി ഉള്ള ഒരു വ്യക്തികളാണ്, ഫസ്റ്റ് യു ഹാവ് ടു കൺസൾട്ട് യുവർ ഡോക്ടർ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ്, ഞാൻ ഇങ്ങനെ ക്ലബ്ബിൽ പോയിട്ട് ഇഫ് ഐ ആം ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഡോക്ടറുടെ അടുത്ത് സംസാരിക്കുക. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബിൽ പോവുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും യൂട്യൂബിലും കാര്യങ്ങളൊക്കെ പല ഡിഫറെൻറ്റ് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. യു ക്യാൻ ഡു ബൈ യുവർ സെൽഫ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബോഡിയിൽ ആവശ്യമുള്ള വർക്കൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇഞ്ചുറി ഫ്രീ ആയിട്ട് വേണം നിങ്ങൾ ഏത് വർക്കൗട്ട് വേണമെങ്കിലും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ലൈക്ക് ആസ് എ ബിഗിനർ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നേരെ നമ്മൾ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം നേരെ ഓടുക അല്ലെങ്കിൽ സഡൻ മൂവ്മെന്റ്സ് ഉള്ള വർക്കൗട്ട്സ് ചെയ്യുക, അതൊരു പ്രോപ്പർ വേ അല്ല. അത് നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 100% അത് ഇഞ്ചുറിയിലേക്ക് മാറുള്ളൂ. നിങ്ങൾ എപ്പോഴും വർക്കൗട്ട് ആ ഒരു പ്രോസസ്സിൽ മാത്രം അല്ല, ആ ഒരു സ്ട്രക്ചറിൽ മാത്രം മൂവ് ചെയ്യുക. വാം അപ്പ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ദെൻ വാം ഡൗൺ, ആ ഒരു സ്ട്രക്ചറിൽ മൂവ് ചെയ്യുക. ഓക്കെ, muscle soreness typically last up to 24 hours to 72 hours. എന്ന് വെച്ചാൽ 24 മണിക്കൂറും മുതൽ 72 മണിക്കൂർ വരെ നിങ്ങളുടെ ആ ഒരു പെയിന് ലോങ് ലാസ്റ്റ് ചെയ്യാണ്. നിങ്ങളൊരു വർക്കൗട്ട് എക്സസൈസ് ചെയ്തതിന് ശേഷം അതൊരു നല്ല റിസൾട്ടാണ്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ളൊരു പോസിറ്റീവ് ഔട്ട്പുട്ട് അല്ലെ പോസിറ്റീവ് റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു മസിൽ സോർനെസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് സെഡ് ടു ബി ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ്, DOMS. ഓക്കെ, നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ബോഡിയിലുള്ള പെയിൻ അല്ല എന്താ വെച്ചാൽ ഈ മസിൽ സോർനെസ് എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നല്ലൊരു ടൈറ്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്, ആ ഒരു ഏജ്നെസ്, ആ ഒരു പെയിൻ ആയിരിക്കും നമ്മൾ നോർമലി
ഒരു മസിൽ പെയിൻ ആയിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വർക്ക്ഔട്ട് ചെയ്ത ഉടനെ നേരെ പോവുക അല്ല വേണ്ടത്. ഏത് മസിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ എങ്ങനെയാണോ ജിമ്മിൽ അല്ലെങ്കിൽ ക്ലബിലേക്ക് വന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ റിട്ടേൺ പോകുമ്പോൾ. കാരണം വർക്ക്ഔട്ട് ചെയ്ത ഉടനെ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെയിന് കുറച്ച് 1 to 3 days ഒക്കെ നിൽക്കും. പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെച്ചിങ് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പെയിന് 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ഈ പെയിന് ലൈക്ക് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് പോകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓൾട്ടർനേറ്റ് മസിൽസിനുള്ള സ്ട്രെച്ചിങ്ങും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം അതിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള മസിൽസിനും കൂടെ സ്ട്രെച്ചിങ് കൊണ്ട് നിങ്ങളുടെ ഈ പെയിൻ അല്ലെങ്കിൽ മസിൽ സോർനെസ് നിങ്ങൾക്ക് ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നേരെ പോയി ഫസ്റ്റ് തിങ് നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യം, നേരെ പോയി നമ്മൾ ഒരിക്കലും വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ്, അതിന് ശേഷം വർക്ക്ഔട്ട് ചെയ്യാം. അതിനുശേഷം നിർബന്ധമായും നിങ്ങൾ വാം ഡൗൺ സെഷൻസിലേക്ക് മൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സ് വരിക. ഓക്കെ, നിങ്ങൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നോർമലി ആ ഈ പറഞ്ഞൊരു ടൈം പീരീഡിൽ തന്നെ നിങ്ങളുടെ ആ റിക്കവറി നിങ്ങൾക്ക് കിട്ടും. 24 hours 72 hours ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കെട്ടാൻ പറ്റും നിങ്ങളുടെ ആ മസിൽസ്. ഓക്കെ, പെയിൻ സെക്കൻഡ് വേർഷൻ ആണ് നമ്മുടെ പെയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ്, ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം ബൈസെപ്സിനാണ് വർക്ക്ഔട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്തും ഒരു 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഒരു 1 week കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു പെയിന് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കാരണം അത് ആ ഒരു പെയിന് പിന്നെയും ആ പെയിന് കൂടിക്കഴിഞ്ഞാൽ അത് ഇഞ്ചുറി അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രോബ്ലം കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പം ഇഞ്ചുറി ഫ്രീ ആക്കുക. അതാണ് ഞാൻ അൾട്ടിമേറ്റ് പറഞ്ഞു വരുന്നത്. എപ്പോഴും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും ഇഞ്ചുറി ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ കോച്ചിങ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നതാണ് എൻ്റെ അസുഖം അല്ലെങ്കിൽ അപ്പം എപ്പോഴും നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇഞ്ചുറി ഫ്രീ ആയിട്ട് മാത്രം വർക്ക്ഔട്ട് ചെയ്യുക. വർക്ക്ഔട്ട് സഡൻ ആയിട്ട് ഒരിക്കലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല. അതിൻ്റെതായ പ്രോസസ്സിൽ മാത്രം കൊണ്ടുപോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. നിങ്ങൾ എപ്പോഴും മാക്സിമം അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. മസിൽ സോർനെസ് ആണോ അല്ലെങ്കിൽ ബോഡി പെയിൻ ആണോ നിങ്ങളുടെ ബോഡിയിൽ വരുന്നതെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കും. ഇഫ് യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചില ടോപ്പിക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞങ്ങൾ ആ ടോപ്പിക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വർക്ക്ഔട്ടും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. കീപ് സേഫ്, കീപ്